കഴിഞ്ഞ കുറച്ച് സെഷൻസായിട്ട് നമ്മൾ ഈ ഉറക്കത്തിനെയും കുറുക്കമ്പനെയും പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ. അപ്പോൾ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്ന് ഉറക്കമില്ലായ്മയാണ്. പിന്നെ സാധാരണക്കാർക്ക് എങ്ങനെ നന്നായിട്ട് ഉറങ്ങാം, എങ്ങനെയാണ് നമ്മുടെ ഉറക്കത്തിന് വേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഇന്ന് സംസാരിക്കാം. തീർച്ചയായും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു റെഗുലർ സ്ലീപ്പ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് പോകാനുള്ളതാണ്. അതേപറ്റി അത് നമ്മളെല്ലാ ദിവസവും രാവിലെ മലമൂത്ര വിസർജനം ചെയ്യുന്നു, ഡെയിലി കുളിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഹാബിറ്റ് ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പും ഒരാൾ വരെ ഒരു ഹാബിറ്റായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് പറ്റും. അത് പലരും എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ 60 വയസ്സാകുമ്പം സ്ലീപ്പ് ഒരു ലെവലിനകത്ത് താഴെ പോകുമ്പോഴാണ് അയ്യോ എൻ്റെ ഉറക്കം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വരുന്നത്. പക്ഷേ ഇത് ചെറുപ്പം മുതലേ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ 10 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി 10 മുതൽ 12 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങണം. ആ സമയത്ത് അവൻ 8 മണിക്കൂറേ ഉറങ്ങുന്നുള്ളെങ്കിൽ അവന് 60 വയസ്സ്, ആ വ്യക്തി 60 വയസ്സാകുമ്പോൾ ഒരിക്കലും അതിൻ്റെ 4 മണിക്കൂർ പോലും ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെറുപ്പം മുതലേ തന്നെ അതൊരു ഹാബിറ്റ് ആക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ടാമത് ഇതിൻ്റെ ടൈമിങ് ഓൾസോ. അപ്പം നമ്മൾ ഒരാൾ 10നും 11നും ഇടയ്ക്ക് ഉറങ്ങുന്നു, അല്ലെങ്കിൽ 9നും 10നും ഇടയ്ക്ക് ഉറങ്ങുന്നു. അത് എല്ലാ ദിവസവും ട്രൈ ടു സ്ലീപ്പ് അറ്റ് എ റെഗുലർ ടൈം. അതുപോലെ ഒരു കൃത്യസമയത്ത് എഴുന്നേൽക്കുക. ഇത് രണ്ടും വളരെ പ്രധാനമാണ്. നമ്മുടെ ഡ്യൂറേഷനെ പോലെ തന്നെ നമ്മളൊരു കൃത്യസമയത്ത് നമ്മുടെ ഈ ഹാബിറ്റ്. ഇപ്പം ഇന്ന് ഞാൻ രാത്രി 2 മണി വരെ ഇരിക്കുന്നു, നാളെ ഒരു 11 മണിക്ക് കിടന്നുറങ്ങുന്നു, പിന്നെ പിറ്റേന്ന് 3 മണി വരെ ഇരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ഇറഗുലാരിറ്റി നമ്മുടെ ഋതത്തിനെ, സിർക്കാഡിയൻ ഋതത്തിനെ, ഈ സിർക്കാഡിയൻ ഋതം കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. സിർക്കാഡിയൻ ഋതം നമ്മുടെ എന്ന് തെറ്റുന്നോ അന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല പല രോഗങ്ങളും ോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് 2 കാര്യം. ഒന്ന്, ഇത് ചെറുപ്പം മുതലേ ഒരു ശീലമാക്കുക. അത് ഒരു ഡ്യൂറേഷൻ അത് നമ്മൾ പറയുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. ഒരു ആവറേജ് ഒരു 8 മണിക്കൂർ, പ്രായമായി കഴിഞ്ഞാൽ ഒരു 7 മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങാം. അത് വന്ന് പിന്നെ ഒരു കൃത്യസമയത്ത് തന്നെ നമ്മൾ കഴിക്കുക. അപ്പം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് ഒരു ദിവസം 11 മണിക്ക് കഴിക്കുന്നു, പിന്നെ 3 മണിക്ക് കഴിക്കുന്നു എന്ന് പറയുന്ന പോലെ അതൊരിക്കലും പാടില്ല. നമുക്ക് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ടൈമിൽ നമ്മളത് ഉറങ്ങാം. ഇത് വളരെ പ്രധാനമാണ്. എല്ലാ ശീലങ്ങളും പോലെ എത്രയും ചെറുപ്പത്തിൽ തുടങ്ങുമോ അത്രയും നല്ല ഉദ്ദേശിച്ചത്. പിന്നെ അതേപോലെ പലപ്പോഴും ഉറക്കക്കുറവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉറക്കക്കുറവ് വരുമ്പോൾ കടുപ്പിടി, തുമ്മൽ, അതേപോലെ മുട്ടുവേദന, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ശ്രദ്ധിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതെ. ഇത് ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മളെ ഉറക്കം കറക്റ്റാക്കാൻ ഞാൻ പറയാം. അതിൽ ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ ഒരു ശീലം കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുക. രണ്ടാമത്, നമുക്ക് പലപ്പോഴും പല ശാരീരിക രോഗങ്ങൾ കാണും. അത് നമ്മുടെ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിരിക്കാം. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത്, ഇപ്പോൾ ഒരു 50-60 വയസ്സുള്ള ഒരാൾ പെട്ടെന്ന് ഉറക്കം കുറച്ച് ദിവസമായിട്ടില്ല, തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് മേ ബി നമ്മൾ ശ്രദ്ധിക്കാത്ത ചില രോഗങ്ങൾ വന്നു കാണും. ഉദാഹരണമായിട്ട് ഒരു ഡയബറ്റീസ് വരുന്ന ഇപ്പോൾ ഒരാൾക്ക് സിംറ്റം ഉണ്ടാക്കണമെന്നില്ല. ചിലപ്പോൾ ആദ്യത്തെ സിംറ്റം ഉറക്കം കുറഞ്ഞെന്നായിരിക്കും, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടിയെന്ന് വരാം. ഇതൊന്നും നമ്മൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആദ്യം ഒരു ഫിസിഷ്യനെയോ ഒരു സാധാരണ ജനറൽ പ്രാക്ടീഷണറെ കണ്ട് ഇങ്ങനെയുള്ള ശാരീരിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഡയബറ്റീസ് ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രോസ്റ്റേറ്റിൻ്റെ രോഗങ്ങൾ രാത്രി 2-3 പ്രാവശ്യം എണ്ണിക്കേണ്ടി വരികയാണ്. അത് മൂത്രാടസം ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. അതൊരു കാര്യം. പിന്നെ മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത് അതാണ് നാലാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മെജോറിറ്റി ഉറക്കക്കുറവും ടെൻഷൻ, ആൻസൈറ്റി, സ്ട്രെസ് അതായിരിക്കാം. പലപ്പോഴും ഡിപ്രഷനും ആൻസൈറ്റിയും ആദ്യം ഉറക്കക്കുറവായിട്ടായിരിക്കും പ്രശ്നം, പിന്നെയാണ് അതിന്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ആയിട്ട്. അതെ. അപ്പം അത് നമ്മൾ മാനേജ് ചെയ്യണം. അതായത് പ്രധാന കാരണങ്ങൾ നമുക്ക് ഈസി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആരംഭത്തിലെ തന്നെ നമുക്കത് മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് അതിന് പല ടെക്നിക്കുകളുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് ഈ സന്ധ്യാസമയമാകുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കാവുന്ന പല കാര്യങ്ങളെ പറ്റിയുള്ള ആവശ്യമില്ലാത്ത ചിന്തകളാണ്. അപ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ചും നമുക്ക് പലതും നമ്മുടെ ചിന്തകൾ തെറ്റിദ്ധാരണയായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ബാക്കേക്ക് വന്നു,
എത്രയോ പേര് അതും വെച്ചുകൊണ്ട് ക്യാൻസറാണെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്നു. അപ്പോൾ കുറേ നാൾ അത് ക്യാൻസറാണ് ആരോടും പറയേണ്ട, അപ്പോൾ അവരെ ഉറക്കത്തിനെല്ലാം പോയിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അത് ഒരിക്കലും പാടില്ല. കാരണം നമുക്കൊരു സിംറ്റം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡോക്ടറെ കാണിക്കുക, അതില്ല പ്രശ്നമില്ല എന്ന് നമ്മൾ കൺവിൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം നമ്മളെ മനസ്സിൽ നിന്ന് കളയുക. നേരെ മറിച്ച് ഇത് ദിവസവും വൈകിട്ട് എന്നും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മുടെ പല തെറ്റായ ധാരണകൾ, ചിലപ്പോൾ ഒരു ബന്ധുവായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കാരണത്തിൽ സംസാരിച്ച് പോയതായിരിക്കും. അത് എന്താണെന്നുള്ള കാര്യം ആ ബന്ധുവായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടുമായിട്ട് നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോഴായിരിക്കും അത് തെറ്റിദ്ധാരണയായിരിക്കും പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരണകൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ചില സിറ്റുവേഷനിൽ ഇതിനെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്നാണ് പറയുന്നത്. അപ്പം ചില സിറ്റുവേഷനിൽ നമുക്ക് വേറൊരു എക്സ്പേർട്ടിൻ്റെ, അതായത് ഇങ്ങനെയുള്ള കോഗ്നിറ്റീവ് തെറാപ്പിസ്റ്റുകളുണ്ട്, അവരുടെയൊക്കെ ചിലപ്പം സഹായം വേണ്ടി വരും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ആൾക്കാർ കുറവാണ്. പക്ഷേ ഇത് സാധാരണ ഒരു ഡോക്ടർക്ക്, പ്രത്യേകിച്ച് ഒരു സൈക്കാട്രിസ്റ്റിനോ സൈക്കോളജിസ്റ്റിനോ ഇത് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതാണ് ഇപ്പോഴും നമ്മൾ ടാർഗറ്റ് ഡ്രിവൺ ആയിട്ടുള്ള ജോലികളും ഈ മാനസിക സംഘടന ഒരുപാട് അതാണ് വേറൊരു കാര്യം. നമ്മുടെ ചെറുപ്പക്കാരെല്ലാം അത്, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മുടെ വെസ്റ്റേണേഴ്സ് സായിപ്പന്മാരൊക്കെ ആണെങ്കിൽ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ടൈമിലേ വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മൾ മലയാളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്ക് ഇറങ്ങേണ്ടടുത്തുനിന്ന് 11 മണി വരെ ഇരുന്ന് ജോലി ചെയ്യും. അതുകൊണ്ടാണ് ഗൾഫിലൊക്കെ നമ്മളെ മലയാളികളെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് നമ്മുടെ തന്നെ ആരോഗ്യവും നശിപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയണം. നമ്മൾ ചിലപ്പം ഈ ഓവർ ടൈം ചെയ്ത് കാശുണ്ടാക്കാനുള്ളൊരു വ്യഗ്രതയും കൂടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണും. പക്ഷേ അത് അൾട്ടിമേറ്റ്ലി എത്ര കാശുണ്ടാക്കുന്നോ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ആരോഗ്യം കളഞ്ഞ് നഷ്ടപ്പെടുത്തുന്നതെന്നും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ ഒരു ഫിക്സഡ് ടൈമിൽ ചെയ്യുക, കഴിവതും. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ എക്സ്ട്രാ ഒക്കെ ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ചും ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ, അറിയാമല്ലോ, എക്സ്ട്രാ പലപ്പോഴും എപ്പോൾ ഒരു കോൾ വന്നാലും പോകേണ്ടിയൊക്കെ വരും. അത് നമുക്ക് നിവർത്തിയില്ല. പക്ഷേ എങ്കിലും നമ്മൾ കഴിവതും അതിനോടൊപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കുറയ്ക്കാനുള്ള ഒരു ഇതാണ് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത് അറ്റ്ലീസ്റ്റ് ഒരു 30 to 40 മിനിറ്റ്സ് ഒരു ദിവസം നമ്മൾ റിലാക്സേഷന് വേണ്ടി മാത്രം, എക്സസൈസിന് നമ്മൾ ചിലവാക്കുന്നത് പോലെ റിലാക്സേഷന് നമ്മൾ കുറച്ച് സമയം, അത് പ്രാർത്ഥനയാവാം, മെഡിറ്റേഷൻ ആവാം, യോഗയാവാം, അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കാം, അല്ലെങ്കിൽ റീഡിങ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കത് ചെയ്ത് നമുക്കൊരു റിലാക്സേഷൻ കൂടെ, പ്രത്യേകിച്ചും സന്ധ്യാസമയത്ത് രാത്രിയിൽ നമുക്ക് ചെയ്യാമെങ്കിൽ അത് വളരെ നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം, എക്സസൈസ് നമ്മുടെ മെൻ്റൽ റിലാക്സേഷന് വളരെ വളരെ പ്രയോജനമുള്ള ഒരു കാര്യമാണ്. അത് കഴിവതും നേരത്തെ രാവിലെ ആക്കുകയാണ് എപ്പോഴും നല്ലത്. രാവിലെ ആണെങ്കിൽ ഒന്നും നമ്മുടെ സിർക്കാഡിയൻ റൈതം, സൂര്യൻ്റെ ഔട്ട്ഡോറും കൂടെ ആണെങ്കിൽ സൂര്യനെ കണ്ട് നമ്മളത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ലീപ്പിനുള്ള ഏറ്റവും വലിയ സ്റ്റിമുലേഷൻ ശരിക്കും പറഞ്ഞാൽ സൂര്യപ്രകാശമാണ്. അപ്പോൾ രാവിലെ നമ്മളൊരു 20-30 മിനിറ്റ്സ് ഒരു 7 മണിയൊക്കെ അടുപ്പിച്ച് ഒന്ന് വെളിയിലിറങ്ങി നടക്കുന്ന ഔട്ട്ഡോർ, ഒന്ന് വീട്ടിന് ചുറ്റും നടന്നാൽ മതി, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് പോയി ചെയ്യാമെങ്കിൽ അത് ഏറ്റവും നല്ലത്. അത് വലിയ എക്സസൈസ്, നമ്മുടെ ശാരീരികമായിട്ടുള്ള അധ്വാനത്തിലുപരി അത് നമുക്ക് വേറെ ഒത്തിരി ബെനിഫിറ്റുകൾ നമുക്ക് നൽകും. പിന്നെ അതുകൂടാതെ ഈ മാക്സിമം നമ്മുടെ മോട്ടോ എന്ന് പറയുന്നത് മൂവ്മെൻ്റ് ആയിരിക്കണം. അതിപ്പോൾ നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളായാൽ പോലും ഒരു 15 മിനിറ്റ് ഇരുന്ന് കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വാക്ക് അറൗണ്ട്, അത് എപ്പോഴും അത് വളരെ ബെനിഫിഷ്യലാണ്. മൂവ്മെന്റിനെ പറ്റിയാണ് പറയുന്നത്. വലിയ എക്സസൈസിന് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം അല്ലാതെ വെറുതെ മണിക്കൂറുകൾ ഇരുന്നുള്ള ജോലി ചെയ്യാതെ ഒരു അരമണിക്കൂറോ ഒരു 5 മിനിറ്റ് ചെറിയതായിട്ടൊരു മൂവ്മെന്റ് വളരെ പ്രധാനമാണ്. കാരണം ഈ സിറ്റിംഗ് എന്ന് പറയുന്നത് ഈസ് വെരി ഡേഞ്ചറസ് കേട്ടോ. നമ്മൾ ആരോഗ്യത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് സിറ്റിംഗ് ഈസ് എ വെരി ഡേഞ്ചറസ് തിങ്. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ എപ്പോഴും ഇരുന്നണം, പ്രത്യേകിച്ച് ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ആൾക്കാർ. അതുകൊണ്ട് കഴിവതും ഈ എക്സസൈസ് പോലും ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ കണ്ടിന്യൂസ് ചെയ്യുന്നതിന് പകരം ഐഡിയലി 20 മിനിറ്റ് വെച്ച് 3 പ്രാവശ്യമായിട്ടും ദിവസത്തിൻ്റെ 3 സമയങ്ങളിൽ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതും വളരെ യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് ആൽക്കഹോളിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ മരുന്നുകൾ, ചില മരുന്നുകൾ അതും വളരെ പ്രധാനമാണ്. നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ചും ഇന്ത്യക്കാർ പൊതുവെ എന്തുമാത്രം മരുന്നുകളാണ് കഴിക്കുന്നതെന്നറിയാം.
അത് ഡോക്ടർമാരുടെയും ഞാൻ കുറ്റം പറയും. കാരണം ചെറിയ കാര്യത്തിനും ഒത്തിരി മരുന്നുകൾ എഴുതി കൊടുക്കുന്ന വളരെയധികം ഡോക്ടർമാരുണ്ട്. അത് ഒരിക്കലും അത് ശരിയായൊരു കാര്യമല്ല. അത് ഒത്തിരി പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. രോഗികൾ ഇത് വളരെ നല്ലതെന്നും പറഞ്ഞ് കഴിക്കുന്നവരുമുണ്ട്. അത് നല്ല ഈ മോഡേൺ മെഡിസിൻ മാത്രമല്ല, എല്ലാ ന്യൂട്രിറ്റീവ് അഡിറ്റീവ്സും മറ്റ് സിസ്റ്റത്തിൽ നിന്നൊക്കെ ഉള്ളതൊക്കെ വാങ്ങിക്കുന്നത്. അതിനൊക്കെ എല്ലാത്തിനും ഓരോ ദോഷമുണ്ട്. അപ്പം ഉറക്കമില്ലായ്മ ഒരാൾക്ക് വരുന്നെങ്കിൽ ആ വ്യക്തി ഒന്ന് അവർക്കുള്ള രോഗങ്ങൾ കൺട്രോൾഡാണോ എന്നുള്ള എല്ലാം നോക്കുക. രണ്ട്, അവർ കഴിക്കുന്ന മരുന്നുകൾ ഇതിൻ്റെ കാരണമാണോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നോക്കണം. അത് ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് പല മരുന്നുകൾ, പ്രധാനമായിട്ട് അലർജിക്കുള്ള ആൻറ്റിഹിസ്റ്റമിൻ, പ്രഷറിനുള്ള ബീറ്റാ ബ്ലോക്കേഴ്സ്, അങ്ങനെ ഏത് മരുന്ന്, ഈവൻ ആൻറ്റിബയോട്ടിക്സ് പോലും ഉറക്കമില്ലായ്മയൊക്കെ ഉണ്ടാക്കാം. നമ്മൾ പലപ്പോഴും ഹാംലെസ് എന്ന് വിചാരിക്കുന്ന മരുന്നുകൾ പോലും ഞാൻ കേട്ടിട്ടുണ്ട്. തലകറക്കത്തിന് ഞാൻ കൊടുത്ത മറ്റേ ബെർട്ടിൻ പോലുള്ള മരുന്നല്ല, ഈ പൈറോസെറ്റാം പോലുള്ള ഒരു മരുന്ന് കഴിച്ചിട്ട് ഒരു ഉറക്കവും ഇല്ല, ടെൻഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു 1-2 പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നു. അപ്പം ഇതെല്ലാം പോസിബിളാണ്. അപ്പോൾ അത് നമ്മൾ അസസ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യമാണ് കോഫി ആൻഡ് ചായ. അത് അറിയാമല്ലോ, ഉറക്കത്തിന് ഏറ്റവും വേണ്ട ഒരു ഹോർമോണാണ് തലച്ചോറിൽ അഡിനോസിനെ ബ്ലോക്ക് ചെയ്യുന്നൊരു സാധനമാണ് കഫീൻ. കോഫിയിൽ ഉള്ളതിൻ്റെ നേർപകുതി ഒരു കപ്പ് ചായയിലും ഉണ്ട്. അപ്പം നമ്മൾ ഒരു കോഫി കുടിക്കുന്നതിന് തുല്യമാണ് 2 ചായ. കോഫിയും ചായയും കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കഴിവതും ഉറക്കത്തിൻ്റെ പ്രശ്നം ഒരു പ്രായമായി കഴിഞ്ഞാൽ കഴിവതും വൈകിട്ട് കോഫിയും ചായയും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ബെഡ്റൂം ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. പൊതുവെയുള്ള ഭക്ഷണക്രമവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ, ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും നമ്മുടെ ഇൻസുലിൻ, ഒരു നോർമൽ വ്യക്തിക്ക് ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി ഏറ്റവും കുറവുള്ള സമയം രാത്രിയിലാണ്. അപ്പോൾ ആ സമയം നമ്മൾ ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് അമിതമായിട്ട് നമ്മുടെ ഷുഗർ കൂട്ടും. മനസ്സിലായില്ലേ? അത് നമ്മുടെ സ്ലീപ്പിനെ ബാധിക്കും. അതേപോലെ ഈ ഷുഗർ കൂടുമ്പോൾ ഇൻസുലിൻ്റെ അളവ് ക്രമേണ കൂടും, പക്ഷേ സെൻസിറ്റിവിറ്റി കുറവാണ്. അത് അൾട്ടിമേറ്റ്ലി കോർട്ടിസോളിൻ്റെ അളവ് കൂട്ടും. കോർട്ടിസോൾ നമ്മുടെ ഉറക്കത്തിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് കഴിവതും നമ്മുടെ വൈകിട്ടത്തെ ഭക്ഷണം ലൈറ്റാക്കുക. ഒരു സമയം അറൗണ്ട് ഒരു 7 മണിയോടൊക്കെ ഭക്ഷണം ലൈറ്റായിട്ട് കഴിക്കുക. അത് കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിക്കുന്നെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യമുള്ള, ചില ഭക്ഷണങ്ങൾ നമുക്ക് ട്രിപ്റ്റോഫാൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഉറക്കത്തിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ചില സ്റ്റഡീസൊക്കെ ഉണ്ട്. അത് ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നട്ട്സ്, അതേപോലെ മിൽക്ക്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, പിന്നെ ബനാന, ഇതൊക്കെ ചെറിയ തോതിൽ, ഇതൊന്നും വയറിറച്ച് കഴിക്കാൻ പാടില്ല, കഴിക്കുന്നത് നമ്മുടെ ഇതാണ്. പിന്നെ ബെഡ്റൂമിൻ്റെ കാര്യം കൂടെ ഞാൻ ഒന്ന് പറയാം. അതെ, ബെഡ്റൂം എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും സ്വന്തം ബെഡ്റൂമുണ്ട്. ബെഡ്റൂം കണ്ടാൽ അതൊരു കണ്ടീഷൻ്റെ റിഫ്ലക്സ് ആയിട്ട്, കണ്ടാൽ ഉറക്കം വരുന്ന രീതിയിലായിരിക്കണം. അതായത് ബെഡ്റൂമിനകത്ത് ഒരിക്കലും നമ്മൾ ട്യൂബിലായിട്ട് വലിയ പ്രകാശമൊന്നും പാടില്ല. അത് ഉറങ്ങാൻ വേണ്ടി മാത്രമായിരിക്കണം ബെഡ്റൂം. അല്ലാതെ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് വേറെ ജോലി ചെയ്യുക, അവിടെ ഇരുന്നുകൊണ്ട് വായിക്കുക, അതൊന്നും നമ്മൾ പാടില്ല. അപ്പം ബെഡ്റൂമിനകത്ത് ലൈറ്റ് തീരെ കുറവായിരിക്കണം. അത് ലൈറ്റ് അണച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായ ഡാർക്ക്നെസ് ആയിരിക്കണം. എന്നാലേ നമുക്ക് മെലറ്റോണിൻ കൃത്യമായിട്ട് ഉണ്ടാവുള്ളൂ. അതേപോലെ സൗണ്ട്, അമിത ശബ്ദം വരുന്ന, ഞാൻ ഇപ്പോൾ റോഡ് സൈഡിൽ താമസിക്കുന്ന ഒരാൾ, ഞാൻ എപ്പോഴും പറയും, അത് ആ കെട്ടിടത്തിൻ്റെ ഏറ്റവും പുറകിൽ റോഡിൽ നിന്ന് മാക്സിമം ദൂരെ വേണമെന്ന ഒരു ബെഡ്റൂം നമ്മൾ പ്ലാൻ ചെയ്യാൻ, ഒരു കെട്ടിടം വെക്കുകയാണെങ്കിൽ അതുപോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ലൈറ്റ് മ്യൂസിക്കൊക്കെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചിലപ്പം ചിലർക്ക് ഉറക്കം കിട്ടാനത് സഹായിച്ചെന്ന് വരും. പണ്ടൊക്കെ കുഞ്ഞുങ്ങളെ താരാട്ടുപാടി നമ്മൾ ഉണർത്തിയിട്ടുണ്ടല്ലോ, നമ്മുടെ ബുക്കിനകത്ത് അതെല്ലാം പറയുന്നുണ്ട്. അത് ഒരു വിധത്തിൽ ചിലപ്പം നല്ലതായിരിക്കും. കഥകൾ കേൾക്കുക, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ബെഡ്റൂം ഇച്ചിരി ശീതീകരിക്കാമെങ്കിൽ, സാമ്പത്തിക സൗകര്യം ഉണ്ടെങ്കിൽ ഒരു AC ഇട്ടൊന്ന് തണുപ്പിച്ചിട്ട് കിടക്കുക. അത് പിന്നെ അതേപോലെ ഉറക്കത്തിനൊരു വലിയ ആവശ്യം വേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ബോഡി ടെമ്പറേച്ചർ കുറയാം. അതിൽ 2 കാര്യം ഞാൻ പറയാം. ഒന്ന്, രാത്രി 9 മണിക്കൊക്കെ 8 മണിക്കൊക്കെ വലിയ കഠിന വ്യായാമം ചെയ്യുന്നത് വളരെ തെറ്റാണ്. അത് ശരീരത്തിൻ്റെ കോർ ടെമ്പറേച്ചർ കുറയാൻ തടസ്സമാണ്. അതിന് പകരം നേരെ മറിച്ച് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, കാരണം സ്കിന്നിലെ രക്തക്കുഴലെല്ലാം വികസിക്കും. അപ്പം അകത്തുള്ള ടെമ്പറേച്ചറെല്ലാം വെളിയിൽ പോകും. അത് നല്ല സ്ലീപ്പിന് വളരെ നല്ലതാണ്. അതേപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ഉറക്ക സമയത്ത് 2 മണിക്കൂർ മുമ്പ് സ്ക്രീൻസ്, അതായത് ലാപ്ടോപ്പ്, TV, മൊബൈൽ എന്നിവയിൽ നിന്നും അത് തീർച്ചയായിട്ടും പ്രാധാന്യപ്പെട്ട കാര്യമാണ്. ഈ TV ഇതിനകത്തൊക്കെ ബ്ലൂ ലൈറ്റാണ് ഏറ്റവും കൂടുതൽ. ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം അത് പകൽ എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. കാരണം
നമ്മുടെ ജീവനുണ്ടായത് കടലിലെന്നാണെന്നല്ല എവല്യൂഷൻ അനുസരിച്ച്. കടലിലെ ഒരു ജീവി സൂര്യനെ കാണുന്നത് നീലയായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മുടെ തലച്ചോറിൽ ആ നീല കളർ എന്നുള്ളത് നമ്മുടെ ഒരു പകൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ പകലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാക്സിമം ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ ഉറക്കം കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, അതും പകൽ ഡേ ടൈമിൽ. പല രോഗികളെ റൂം ശീതീകരിക്കുന്നതിനെ പറ്റി സാർ പറഞ്ഞതിനെ പറ്റി പല രോഗികൾ ചോദിക്കാറുണ്ട്. എത്ര വരെ ടെമ്പറേച്ചർ വെക്കാമെന്ന്. നമ്മുടെ കാലാവസ്ഥയിൽ ഏകദേശം ഒരു 24 മുതൽ 26 ഡിഗ്രി വരെ കഴിയുന്നില്ല സാർ. ഞാൻ 24 ഞാൻ സമ്മതിക്കില്ല. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഈ ആംബിയൻ ടെമ്പറേച്ചർ ഇപ്പം പലപ്പോഴും 28-30 മുകളിലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമുക്ക് ഒരു 2-3 ഡിഗ്രി കുറഞ്ഞാൽ പോലും കംഫർട്ടബിളാണ്. നമ്മൾ ഏറ്റവും മിനിമം റിക്വയർഡ് ലോ ടെമ്പറേച്ചറിൽ വെക്കണം. കാരണം 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി ചാർജ് എല്ലാം നമുക്കറിയാം. അത് കണ്ടാൽ തന്നെ പലപ്പോഴും പിന്നെ ഉറക്കം വരാതിരിക്കാം. അതുകൂടാതെ അമിതമായ ശീതീകരണം നമ്മളെ വെളിയിലൊക്കെ ഒരു മുറിയിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ നമ്മുടെ പെട്ടെന്ന് ചൂടിലോട്ട് പോകുക എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. നമ്മുടെ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് എപ്പോഴും നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഞാനൊക്കെ ആണെങ്കിൽ 26-27 വെക്കത്തുള്ളൂ. ഒരു കാരണവശാലും 25 താഴെ പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതും കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇടേണ്ട കാര്യമില്ല. നമുക്ക് ഉറക്കമൊക്കെ ഒരു ഇത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫ് ചെയ്യുന്ന രീതിയിൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉറക്കത്തിന് വേണ്ടി മരുന്ന് കഴിക്കുന്നതിനെ പറ്റി സാറിൻ്റെ അഭിപ്രായം? നമ്മുടെ മോസ്റ്റ് ഓഫ് ദ ഉറക്കമില്ലായ്മ പ്രധാനമായിട്ടും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. പെട്ടെന്നുണ്ടാക്കുന്ന ഉറക്കമില്ലായ്മ, അവിടെ ഒരു പെട്ടെന്ന് ജെറ്റ് ലാഗ്, നമ്മൾ അമേരിക്ക പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരാഴ്ച നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ട ഒരാൾ ആക്സിഡൻറ്റ് പറ്റുന്നു, അല്ലെങ്കിൽ രോഗത്തിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ മരിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ദുഃഖം കൊണ്ട് നമുക്ക് ഉറക്കമില്ലായ്മ വരും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കത്തിനുള്ളൊരു മരുന്ന് 2 ആഴ്ചയൊക്കെ കഴിക്കുന്നുണ്ട്, തെറ്റില്ല. പക്ഷേ ക്രോണിക് ഇൻസോംനിയ, ദീർഘനാളായിട്ടുള്ള ഉറക്കത്തിന് ഈ മരുന്നുകൾ കഴിക്കുന്നത് നല്ലതല്ല. അത് 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ മരുന്നുകൾ ഒരിക്കലും നാച്ചുറൽ സ്ലീപ്പ് എല്ലാ സ്റ്റേജിലുമുള്ള ഉറക്കം കിട്ടത്തില്ല. 2, ഈ മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിച്ചാൽ ഓർമ്മശക്തി ക്രമേണ കുറയും. ഒരിക്കൽ കഴിച്ച ഗുളിക വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ കഴിച്ച് ഭയങ്കര പ്രശ്നത്തിലോട്ട് പോയ ഒത്തിരി പേരെ എനിക്കറിയാം. അപ്പം അതുകൊണ്ട് കഴിവതും അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പിന്നെ വളരെ അപൂർവമായിട്ട് കഴിക്കേണ്ടി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ തന്നെ കഴിക്കണം. പക്ഷേ ഇപ്പം ചില മരുന്നുകൾ വരുന്നുണ്ട്. ഈ ഉറക്കത്തിന് മെലറ്റോണിൻ വേണമെന്ന് പറയുന്ന പോലെ നമ്മൾ ആയിട്ട് പകൽ സമയത്ത് ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടി ഓറക്സിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണുണ്ട്. ഇതിൻ്റെ അളവും കൂടെ കൂടുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നത്. അപ്പോൾ ഓറക്സിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ചില മരുന്നുകളിപ്പം ഇറങ്ങിയിട്ടുണ്ട്. അത് കമ്പാരിറ്റീവ്ലി നല്ല നോർമൽ സ്ലീപ്പിന് കിട്ടാനുള്ള ഒരിതാണ് എന്നാണ്. പിന്നെ ഉറക്കത്തിൻ്റെ ഇല്ലായ്മയുടെ കാരണം, ഇപ്പോൾ ഒരാൾക്ക് മാനസിക രോഗമാണെങ്കിൽ മാനസിക രോഗത്തിൻ്റെ മരുന്ന് കഴിച്ചാൽ ഉറക്കം കിട്ടണം. അതേപോലെ ആൻഷൈറ്റി ആണെങ്കിൽ ആൻഷൈറ്റി മരുന്ന് കഴിക്കാം, അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ കഴിക്കാം. പക്ഷേ നോർമൽ ഇതെല്ലാം ആൽക്കഹോൾ കഴിക്കുന്ന പോലെയാണ്. ഡീപ്പ് സെഡേഷനാണ്. അല്ലാതെ അത് നാച്ചുറൽ സ്ലീപ്പ് കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും.